1000 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന ബെൻസിന്റെ 300 SLR ഊലൻ ഹൗട്ട് എന്ന് പറയുന്ന കാറാണ് നിങ്ങൾ ഈ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായി കോടിക്കണക്കിന് രൂപയുടെ കാറുകൾ, അതായത് 160-ൽ പരം കാറുകൾ ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു ആകാംക്ഷയും അത്ഭുതവും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഓട്ടോമൊബൈൽ മ്യൂസിയങ്ങളിൽ ഒന്നായ മെഴ്സിഡസ് ബെൻസിന്റെ മ്യൂസിയത്തിലേക്കാണ്. ഇത് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലാണ്. നമ്മളങ്ങനെ ബെൻസ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇത്രയും വലിപ്പത്തിൽ ഈ ബിൽഡിംഗ് നിറയെ ബെൻസാണ് കിടക്കുന്നത്. 169ഓളം ബെൻസ് എന്നാണ് പറഞ്ഞത്. ബാക്കി അകത്ത് കയറിയിട്ട് എത്ര ബെൻസ് ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ ബസ് അവിടെ പാർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ 42 പേരും ഇറങ്ങി. ആ പാർക്ക് ചെയ്ത ഏരിയയിൽ കിടക്കുന്ന ബെൻസുകൾ കണ്ടോ, ബെൻസിന്റെ പല മോഡലുകൾ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്നത് പോലെ ഫീൽ ചെയ്തു. അപ്പം നമ്മൾക്ക് കാണാനുള്ളത് ഇതല്ല, നമ്മൾ കാണാൻ വന്നത് മ്യൂസിയമാണ്. ഇതാണ് മ്യൂസിയം, മെഴ്സിഡസ് ബെൻസിന്റെ മ്യൂസിയമാണിത്. ഇത് 1,78,000 സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് 9 നിലകളിലായിട്ടാണുള്ളത്. അപ്പം നമ്മളുടെ ടൂർ ഗൈഡ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ദൂരെ നിന്ന് കാറുകളൊക്കെ നമ്മൾ കണ്ടു. അവിടെ നമുക്ക് കാണാൻ പറ്റും പല മോഡലുള്ള നമ്മൾ ജീവിതത്തിൽ കണ്ടില്ലാത്ത കാറുകൾ അവിടെ തന്നെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഞാനൊന്ന് കാണിച്ചിട്ട് നമ്മുടെ ടൂർ ഗൈഡ് തന്നെ ടിക്കറ്റ് കളക്ട് ചെയ്യണം. ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് എടുത്താണ്. പല മോഡലുള്ള കാറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന, വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ബെൻസ് മ്യൂസിയം എന്ന് പറയുന്നത്. അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പലതരം മോഡലുകൾ, കളിപ്പാട്ടം അടുക്കി വെച്ചേക്കുന്നത്, ടോയ് കാർ അടുക്കി വെച്ചേക്കുന്നത് പോലെയാണ് ഇവിടെ കാറുകൾ അടുക്കി വെച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നും ഇത് തുടക്കത്തിൽ കണ്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നിപ്പോയി. ഇതിനുശേഷം നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ഹെഡ്സെറ്റ് തരും. അതിനകത്ത് പല ലാംഗ്വേജിൽ നമുക്ക് ഇംഗ്ലീഷോ അങ്ങനെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഓരോന്നിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. തുടക്കകാലം മുതലുള്ള കാര്യങ്ങൾ, അതായത് ബെൻസ് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ, മെഴ്സിഡസ് ബെൻസിന്റെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലുള്ള അവരുടെ എല്ലാ വാഹനങ്ങളുടെയും മോഡലുകൾ ഇവിടെയുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ എടുത്തു. ഓരോന്നും കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോയി. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പലതും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. കണ്ടിട്ടുള്ളവരുണ്ടാവും, കണ്ടിട്ടില്ലാത്തവരുണ്ടാവും. എനിക്കിത് ആദ്യത്തെ അനുഭവം കേട്ടോ. ഇങ്ങനെ ഞാനൊരു മ്യൂസിയം തന്നെ കാണുന്നത്. വാഹനങ്ങളുടെ പല തരത്തിലുള്ള മ്യൂസിയം കണ്ടിട്ടുണ്ട്. ദുബൈയിൽ പോയപ്പോൾ ഞാൻ മ്യൂസിയം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു മ്യൂസിയം എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ബെൻസ് ആ ഒരു ക്ലാസ് ആ ഒരു ബിൽഡിങ്ങിൽ പോലും കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ബിൽഡിംഗ് തന്നെ ഒരു വെറൈറ്റി ബിൽഡിംഗ് ആണ്. അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മെഴ്സിഡസ് ബെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ചരിത്രവും വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച 160-ന് മുകളിൽ വാഹനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പലതും നമുക്ക് ടോയ് കാർ പോലെ ഫീൽ ചെയ്യും. 9 നിലകളിലായിട്ട് പലതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ ടോയ് കാർ പോലെ ഫീൽ ചെയ്യും. റേസിംഗ് കാറുകളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടോയ് കാർ ഫീലാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല, അടുത്ത് കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മെഴ്സിഡസ് ബെൻസിന്റെ ഓരോ മോഡലുകളാണ് നമുക്ക് മനസ്സിലാവും. ഇത് കാണേണ്ട ഒരു കാഴ്ച കേട്ടോ. 2006-ലാണ് ഇത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള, ഞാൻ ഇൻട്രോയിൽ കാണിച്ചില്ലായിരുന്നു, തുടക്കത്തിലൊരു വീഡിയോ കണ്ടില്ലായിരുന്നു, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 300 SLR ഊലൻ ഹൗട്ട് കൂപ്പെ തുടങ്ങിയ വാഹനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. നിങ്ങൾ ബാക്കി കാഴ്ച കണ്ടോളൂ.
നമ്മളങ്ങനെ ലാസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുകയാണ്. അപ്പോൾ കുറേ അധികം വാഹനങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പല മോഡലിനെ പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഈ കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു മോഡൽ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഈ കാണുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ്സ് ഒരുപാട് കൂടുതലാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അത് കാരണമായിട്ട് ക്യാമറയിൽ ആ കറക്റ്റ് കളർ കിട്ടിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ നേരിൽ ഇത് ഒരു രക്ഷയില്ലാത്തൊരു കളറും രക്ഷയില്ലാത്ത മോഡലുമാണ്. നേരിൽ കാണാൻ ഇതെനിക്ക് ക്യാമറയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കിട്ടിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിൽ ഇത് അസാധ്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു രക്ഷയില്ലാത്ത മോഡൽ എന്ന് തന്നെ പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരുടെ കാഴ്ചപ്പാടെന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റേസിംഗ് കാറുണ്ട്. പല കാലഘട്ടങ്ങളിലുള്ള റേസിംഗ് കാറുകളാണ് ഈ കിടക്കുന്നത്. അതും രസമാണ്. ടോയ് കാറുകൾ അടുക്കി വെച്ചേക്കുന്ന പോലെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്തു. പക്ഷേ ഇതെല്ലാം വലിയ വലിയ കാറുകളാണ്. ഇത് കണ്ടപ്പം ഇങ്ങനെ ടോയ് കാർ അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മൾ ചിന്തിച്ചു. ടോയ് കാർ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇതൊന്നും ടോയ് കാറല്ല, ഇതെല്ലാം ഒറിജിനൽ കാറുകളാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം ഇതൊരു കൗതുകവും അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും ഓരോ മോഡലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളോട് ടൂർ ഗൈഡ് കയറിയപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ മോഡലിൻ്റെയും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇത് കണ്ടു തീരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റായിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോഡലുകൾക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ. ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ അത്യാവശ്യം ഓടി നടന്ന് കണ്ട് കിട്ടുന്നിടത്തുനിന്ന് മാക്സിമം ഫോട്ടോസും എടുത്തു. കാരണം അത്രമാത്രം ഇഷ്ടപ്പെട്ടു. അത് കാരണമാണ് അത്രയും ഫോട്ടോസ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ 42 പേരും പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ കണ്ട മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു മ്യൂസിയം ബിൽഡിങ്. 1,78,000 സ്ക്വയർ ഫീറ്റിലുള്ളതാണ്. 9 നിലകളിലായിട്ടുള്ള ബിൽഡിങ്ങാണ്. അതിനുശേഷം ഞങ്ങളോട് 42 പേരോടും വരാൻ പറഞ്ഞ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി. അതിനുശേഷം നമ്മളുടെ ബസ്സിലേക്ക് പാർക്കിംഗ് ഏരിയയിൽ ദൂരെയായിട്ടിരിക്കുന്ന നമ്മുടെ ബസ്സാണ്. ആ പാർക്കിംഗ് ഏരിയ കിടക്കുന്നില്ല, അതിൽ നമ്മൾക്ക് കയറണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പറഞ്ഞ സമയത്തിലേക്ക് കയറുകയാണ്. മെഴ്സിഡസ് ബെൻസിൻ്റെ സിമ്പിൾ കണ്ടോ. അപ്പോൾ നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത് TTC ട്രാവൽ കമ്പനിയോടൊപ്പമാണ്. അപ്പോൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. Day 1 മുതൽ ഇതുവരെയുള്ള കാഴ്ചകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, തുടർന്നും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് ട്രാവൽ ആഗ്രഹിക്കുന്നവർക്ക് TTC ട്രാവൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നാളെ അടുത്ത സ്ഥലവുമായി കാണാം. അതുവരയ്ക്കും ബൈ.